ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് വിത്തുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട വിത്തുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ സ്വയം ആ വിത്തിനെ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നിട്ട് കൃഷി ചെയ്യാം എന്നുള്ളതായിട്ട് ഓരോ വഴുതനങ്ങയിലെ എല്ലാ സാധനങ്ങളും ഞാൻ വിത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്തിട്ട് നമുക്ക് വിത്തെടുക്കാം കേട്ടോ. അതിൻ്റെ പാവാനായിട്ട് ഇതിൻ്റെ കളറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയാണ്, വെള്ളയാണ്, ശരിക്ക് കോഴിമുട്ടയുടെ മാതിരി ഉണ്ടാവണ വഴുതനങ്ങ ഇതാണ്. അപ്പോൾ ഇത് പഴുത്ത് മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കാം. ഇത് നമ്മുടെ നീളൻ പച്ച കളറുള്ള വഴുതനങ്ങയാണ്. അതിൻ്റെ കളർ ഇപ്പോൾ മഞ്ഞയായിട്ടുണ്ട്, നല്ല മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുറിച്ച് വിത്തിന് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ തക്കാളിയുടെ വിത്തിന് ഞാൻ വെച്ചതാണ്. അപ്പോൾ അതും നമ്മളിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒറിജിനൽ വയലറ്റ് വഴുതനങ്ങയാണ്. അപ്പോൾ നല്ല വിത്ത് നോക്കി തന്നെ നമ്മൾ എടുത്ത് വെക്കണം. അതിൻ്റെ പേരിലാണ് ഇതിനെ ഞാൻ വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ വയലറ്റ് കളറിൽ ഈ കാളി വഴുതനങ്ങയുടെ വിത്തിനും കൂടി പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ വിത്തിന് നിർത്തിയിരുന്നതാണ് എല്ലാ വഴുതനങ്ങയിലും. എടാ പഴുത്ത് വെള്ള കളറായിരുന്നു, കണ്ട മഞ്ഞ കളറായി. അപ്പോൾ അതെ നമ്മൾ പൊട്ടിച്ചെടുത്ത വഴുതനങ്ങളാണ്ട. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന വിത്ത് വഴുതനങ്ങയിലും തക്കാളിയിലും വിത്തുകൾ എടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി തക്കാളിയിലും നമ്മുടെ പച്ച വഴുതനയും പൊട്ടിച്ചതാണ്. ഇതേമാതിരി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഫ്രഷായി ഒന്ന് കഴുകി ഇത് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ഉണക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിരിക്കണടാ. ഇത് പച്ച കളറുള്ള വഴുതനങ്ങരിയാണ്. ഇനി ഇത് വയലറ്റ് വഴുതനങ്ങരിയാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓരോന്നിനും എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്ത് എടുക്കുമ്പോൾ മാറിപ്പോവില്ല എടാ. അതിൻ്റെ പേരിലാണ് എടാ. ഇത് തക്കാളി വഴുതനങ്ങ. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് പേര് എഴുതി വെച്ചാൽ അത് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ എഴുതി വെക്കണം. അല്ലാണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ മറന്നുപോകും, വിത്തുകൾ മാറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതി അതാത് പൊട്ടിക്കുമ്പോൾ അതാത് ഡബ്ബയിൽ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് തുടങ്ങാം കേട്ടോ. ഇതേമാതിരി വിത്തുകൾ അടിയിലൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കിയിട്ട് വൃത്തിയായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ എല്ലാം വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം നമുക്ക് വിത്തുകൾ പാവാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈകൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. നല്ല വിത്ത് നോക്കി എടുത്താൽ മതി കേട്ടോ. വിത്ത് നടാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുക. അതേമാതിരി തന്നെ ചകിരിച്ചോറ്. ഇത് രണ്ടും എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേമാതിരി എടുക്കാം കേട്ടോ. ചാണകപ്പൊടി ഇതൊരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതും ചകിരിച്ചോറ് ഒരു കപ്പ് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ അതേമാതിരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു അതെ കാണിച്ചു തരാം ഉദാഹരണത്തിന്. ഇതിപ്പോൾ ഒരു കപ്പ് ചാണകപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ കേട്ടാ ഈ ഒരു കപ്പ് നമ്മുടെ ചകിരിച്ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വിത്ത് പാവുമ്പോൾ ഈ പെർലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഇതിപ്പോൾ മറ്റേതായിട്ടുള്ള വളങ്ങളോ മറ്റുള്ളതൊന്നല്ല. ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടികൾക്ക് വിത്തിന് വേരോട്ടം കിട്ടും. നമുക്കിപ്പോൾ ഇങ്ങനെ വിത്ത് പാവണമെന്ന് ഞാനിപ്പോൾ ഈ ട്രയൽ കാണിക്കുന്നത് കേട്ടോ. ഞാൻ മറ്റേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്തിട്ട് പാവണമെങ്കിൽ അങ്ങനെയും പാവട്ടെ. ഇതിൽ മാത്രമല്ല നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡബ്ബയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ എങ്ങനെ വേണമെങ്കിലും മുളപ്പിക്കുക കേട്ടോ. ഞാനപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് നോക്കാം. പിന്നെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ നമ്മുടെ പറമ്പിൻ്റെ ഗുണം കണ്ട AC ഇട്ട മാതിരിയാണ്. നല്ല തണുപ്പാണ് ആടാ. നല്ല ചൂടാ. നമ്മുടെ ഈ മാവും ചൂടും നമ്മുടെ ഇതും വന്നപ്പോൾ നമുക്ക് AC ഇട്ട മാതിരി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. കട്ലറ്റ് പൊട്ടിച്ച് നമുക്ക് കുറച്ച് ഇതിലെടുത്ത് കഴിഞ്ഞ് ആവശ്യത്തിന് കേട്ടോ. നമ്മൾ എത്ര കുരു പാവുന്നതിന് അതിനനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇത്ര മതി. കുറച്ചും കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ല ഇതിലുള്ളത് മിക്സ് ചെയ്തെടുക്കുക. വേണ്ട
ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അധ്വാനം, നമ്മുടെ സ്വന്തം നമ്മൾ രൂപപ്പെടുത്തിയ വിത്തും എല്ലാം നടാണ്. ഇതാണ് നമ്മളിപ്പോൾ വിത്ത് നടാൻ പോകുന്നത് വഴുതനങ്ങ കേട്ടോ. വഴുതന 4 തരം വഴുതനങ്ങയും തക്കാളിയാണ് നമ്മൾ നടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ നടാൻ പോകുന്ന ട്രേ. അപ്പോൾ ഇങ്ങനത്തെ ട്രേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ഫുള്ള് നടില്ലല്ലോ. അപ്പോൾ 5 6 അങ്ങനെ വിത്ത് നമ്മുടെ സൗകര്യത്തിനുള്ള ഇതുകൾ മുറിച്ചെടുക്കാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ 3 പീസായിട്ട് ഇതിൽ മുറിച്ചിരിക്കുക. ഒരെണ്ണത്തിന് 3 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മുന്നേ ചെടികൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതേമാതിരി നമ്മൾ എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെടി പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേമാതിരി തന്നെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതും ചെയ്യുമ്പോൾ അതേമാതിരി ചെയ്യാം കേട്ടോ. അതേമാതിരി ഞാൻ ചെയ്യുന്നതാണ് ഈ 2 ഇതാ ഞാൻ ചെയ്തതിൻ്റെ ബാക്കിയുള്ളതാണ് അതിൻ്റെ അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കാതാടാ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതേമാതിരി ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതും ചെയ്യാൻ പറ്റും. ഇതാ നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് നിറയണ്ട. നമുക്കിനി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് വടിച്ച് ഒരു പാത്രം വെച്ചതിന് ശേഷം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ താഴെ പോകാണ്ട് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേമാതിരി എടുക്കാം എടാ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിത്ത് അപ്പോൾ നമുക്ക് പാവാം കേട്ടോ. ഓരോ വിത്ത് ഇടാട്ടോ. ഇപ്പോൾ ഒരെണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം പോയാലും ഒരെണ്ണം കിട്ടുന്നു മാത്രം. ഓരോ വിത്ത് ഇങ്ങനെ വയ്ക്കുക. ഇത് എടുക്കാനാണ് പാട് പോരണം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് വിത്തോളം എന്ന് പറയണ മാതിരി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇടാം. എല്ലാം ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. കൂടുതൽ താഴ്ന്നു പോകരുത്. ഇട്ട് കൊടുക്കാം. വേണ്ട ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ അതേമാതിരിയാണ് നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ വിത്ത് പോവാതെ നോക്കണം കേട്ടോ. അതേമാതിരി വേണം വിത്ത് നമ്മൾ നടാനായിട്ട്. ഇതേമാതിരി നമ്മൾ വിത്ത് നട്ട് കഴിഞ്ഞു. ഇതേമാതിരി വയലറ്റ് വഴുതനങ്ങ നമ്മൾ നട്ട് കഴിഞ്ഞു. അതേമാതിരി നമുക്ക് എല്ലാ വിത്തുകളും നട്ട് കൊടുക്കാം. വിത്ത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ ഇവിടെ സുരക്ഷിതരോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം. ഈ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് വലിയ പൈപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കപ്പ് കൊണ്ടോ ഒന്നും എടുത്ത് ഒഴിക്കാതെ കണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് സ്പ്രേ ചെയ്ത് വെള്ളം കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരത്തെ വെള്ളത്തിൻ്റെ മുഴുവൻ സാധാരണ ഒരു കുപ്പി എടുക്കുക. അതിൻ്റെ അടപ്പുമ്പോൾ ഒരു 3-4 ഹോൾസ് കുത്തുക. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇതേമാതിരി വേണ്ട. അപ്പോൾ നമുക്ക് ഇത് സ്പ്രേ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ ഈ കുപ്പിയിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതിൽ വേണ്ട ഇതേമാതിരി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിത്ത് പായി വെച്ചിരുന്ന ഇതൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട്. അതിൽ ചിലതിൽ മാത്രം 2 എണ്ണം വന്നിട്ടുണ്ട്. അത് കുരുട്ടപ്പോൾ ഇതായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. തക്കാളി ഈ തൈകളൊക്കെ ഞാൻ മുളപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തിന് ഒന്ന് പറഞ്ഞിട്ട് സുഹൃത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വിത്തുകൾ മുളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ അവന് കൊണ്ടു കൊടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ വിത്ത് പാവാനായിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുമ്മ നിന്നും കാഞ്ഞിട്ട് നന്നായിട്ട് മൂത്ത് പഴുത്തതിന് ശേഷം മാത്രം വിത്തുകൾ എടുക്കുക. എന്നിട്ട് ഉണക്കി അപ്പം തന്നെ പാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഇതാവണ്ട. പിന്നെ ഇതിൻ്റെ വിത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു 3-4 ദിവസം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നല്ല വിത്തുകളായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളി ബാഗിലിട്ട് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 6-9 മാസം വരെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തൈകളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പാവുമ്പോൾ ട്രൈ കിട്ടിയില്ലെങ്കിലും മണ്ണിൽ നിലത്തിട്ടാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പായുമ്പോഴേക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി പാവി മുളപ്പിക്കുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതി. അപ്പം വിത്തുകൾ പാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വളങ്ങൾ അപ്പോൾ തന്നെ മണ്ണിലാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്തോളൂ. എന്നാലാണ് മുളയ്ക്കുമ്പോൾ നമ്മൾക്ക് ചെടികളിൽ നല്ല ആരോഗ്യമായിട്ട് വരുള്ളൂ കേട്ടോ. അതും കൂടി നോക്കാം. പിന്നെ കുരുകൾ നമ്മൾ പാവി കഴിഞ്ഞാൽ വെള്ളം നല്ല സ്പോഴ്സിൽ ചെയ്യാതിരിക്കുക. വളരെ സ്പ്രേ ചെയ്യണ മാതിരി തന്നെ ചെറുതായിട്ട് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേമാതിരി മുളച്ചിട്ട് നമുക്ക് കുരുകളൊന്നും പാവി തെറിച്ച് പോവില്ല. അല്ലെങ്കിൽ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ തെറിച്ച് പോകാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മുളച്ച് വരില്ല കേട്ടോ. അങ്ങനെയും കൂടി ഉണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ വിത്ത് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ വിത്ത് കൊണ്ട് നമുക്ക് മുളപ്പിച്ച് കൃഷി ചെയ്യാൻ പറ്റും. അത് ഇതെന്നല്ല, ഏത് തരം വിത്തായാലും. ഇപ്പോൾ ചുരുക്കുക പറഞ്ഞാൽ ഒരു മുരിങ്ങയുടെ തണ്ട് വരെ ഞാൻ പാവി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതൊക്കെ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.